അതെ, അതേ രീതിയിൽ തുടരണം. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ സ്വന്തം ഒറ്റവരെ നഷ്ടപ്പെട്ടവർ ഒക്കെ ഉണ്ട്, കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ടവർ. അവരൊക്കെ അവിടെ വരുമ്പോൾ ചിലപ്പോൾ മാനസികമായി പല പ്രയാസങ്ങളും ഉണ്ടാവും. ആദ്യം അതില്ല, ഞങ്ങൾ വന്നോളാം എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിലും അവിടെ എത്തിയാൽ ഒരുപാട് പ്രയാസം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് തന്നെ, നമുക്കൊക്കെ തന്നെ അവിടെ ചെന്നാൽ ഒറ്റക്കൊന്നും നിങ്ങൾ നിന്ന് നോക്കുക, അതിനെക്കുറിച്ചും ചിന്തിച്ച് നോക്ക്. ആ കുട്ടികളെ ഒച്ച നമ്മുടെ ചവിട്ടിൽ ഉണ്ടാവില്ലേ, കുട്ടികൾ കളിക്കുന്ന ഒച്ച ഉണ്ട്. കാരണം ആ പ്രദേശത്തെ പറ്റി പലരും നമ്മളോട് പറഞ്ഞറിവാണ് നമുക്കുള്ളത്. എന്നാൽ പറഞ്ഞ അറിവിൽ നിന്ന് തന്നെ നമ്മളവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കുട്ടികളുടെ കളിയും ചിരിയും, പ്രായമായവരോട് ഇരിക്കുന്ന സ്ഥലം കാണിച്ചിരുന്നു, ആളുകൾ ചായപ്പീടികയിൽ ഒത്തുകൂടി കളിതമാശകൾ പറയുന്ന സ്ഥലം, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ പോയ പലരും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ജീവിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ജീവിച്ചവർ അവിടെ പോകുമ്പോൾ, അവിടെ എത്തുമ്പോൾ എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ നല്ല ജാഗ്രത അത്തരം കാര്യങ്ങളിൽ വേണം. നല്ല മെൻ്റലി സ്ട്രെങ്ത്ത് അത് നമുക്ക് അളക്കുന്നതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു ജാഗ്രത വേണം. വളരെ ശ്രദ്ധിച്ചിട്ടാണ് അത്തരം ആളുകളെ ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോകേണ്ടത്. നമ്മൾ ഒരിക്കലും നിർബന്ധം പിടിച്ച് ആരെയും വരൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോകേണ്ട സ്ഥിതി ഉണ്ടാവരുത്. അതും നമ്മൾ ശ്രദ്ധിക്കണം. അവിടുത്തെ ജനപ്രതിനിധികൾ, സാമൂഹിക പ്രവർത്തകർ, ഇതിന് തയ്യാറായി വരുന്ന ഈ ആളുകൾ, ഇവരെയൊക്കെ പരമാവധി അവിടെ കൊണ്ടുപോകാൻ അവരുടെ കൂടി നിർദ്ദേശങ്ങൾ എടുക്കണം. കാരണം അവരുടെ നിർദ്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുകൂടി തെരച്ചിലിന് വലിയ ഗുണകരമാകുമെന്നുള്ളത് കൊണ്ടാണ് ഈ നിലയിലുള്ളൊരു ജനകീയ സ്വഭാവത്തോടു കൂടി തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചത്. 190 പേർ. ഇന്ന് 20 പേരാ അല്ലേ DC? 20 അല്ലേ? 20 പേർ. അതിൽ ഞാൻ പറഞ്ഞു, ഈ 190 പേരിൽ 190 പേരെയും നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ വരാൻ തയ്യാറാണെന്നൊരാൾ പറഞ്ഞാലും, ആ വരാൻ തയ്യാറാണ്, ഇപ്പോൾ മകനെ നഷ്ടപ്പെട്ട് അല്ല അച്ഛനെ നഷ്ടപ്പെട്ട് കുട്ടിയെ നഷ്ടപ്പെട്ട് അവർ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞാലും നമ്മൾ 100% അവരെ അവിടെ കൊണ്ടുപോകണോ എന്നുള്ളത് നമ്മൾ ആരോഗ്യ വിദഗ്ധരുമായി ചർച്ച ചെയ്തും അവർ പരിശോധന നടത്തിയിട്ടേ കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂ. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട്. അവർ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞ് ഈ കാഴ്ചകൾ കണ്ടാൽ അത് എങ്ങനെയാണ് അവരുടെ മനസ്സ് താങ്ങുക എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതിൽ നല്ല ജാഗ്രത അക്കാര്യത്തിൽ വേണം. ഞായറാഴ്ച ഉണ്ടാവും, ഞായറാഴ്ച തുടരും. അല്ല, ഇതിലും അധികം ആളുകൾ അടുത്ത ഇതിനുണ്ട്. ഇന്നിപ്പോൾ സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ഇന്ന് പ്രധാനമന്ത്രി വരുന്നത് കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലോ, 24 മണിക്കൂർ മുമ്പ് ഇതിനൊരു റെസ്ട്രിക്ഷൻ വന്നതുകൊണ്ട് കൂടുതൽ എണ്ണം വേണ്ടതില്ല എന്ന് നിശ്ചയിച്ചാണ്. എന്തായാലും വലിയൊരു നമ്പർ ആളുകൾ ഞായറാഴ്ച ഉണ്ടാവും ജനകീയ തെരച്ചിലിന്. ഞാൻ അതിൻ്റെ കുറിപ്പ് തരാം വിശദമായി. അല്ല, അവരുൾപ്പെടെ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞാണല്ലോ. വേണം അതിന് കുറിപ്പ് തരാം, ഒരു കോപ്പി തരാം. വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു കോപ്പി തരാം. അപ്പൊ അതിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അതാണ് എൻ്റെ. അതെ, വരും. ഞാൻ കോപ്പി തരാം, CM-ന്റെ ഇതിന്റെ കോപ്പി. യെസ്. അത് നോക്കണം, എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. നോക്കിയിട്ട് നമ്മളത് അന്ന് രാത്രി അതെ നോക്കാം. നമുക്ക് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ വേറെ കൂടുതൽ വിവരങ്ങളില്ല. പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം രാത്രിയാണല്ലോ അവർ അറിയിക്കുക. തലേന്ന് രാത്രിയാണ് ഫൈനലൈസ് ചെയ്യുക. അത് കളക്ടറും നമ്മൾ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ബാക്കി കാര്യങ്ങളാണ്. ആര്? ഉപസമിതി ഉണ്ടല്ലോ. ഉപസമിതി അതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. ഉപസമിതി അല്ല, ഞായറാഴ്ചത്തെ തെരച്ചിൽ എത്രയും നേരത്തെ തന്നെ നടത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നേരത്തെ തന്നെ നടത്താം. അപ്പോൾ ഈ ക്യാമ്പിലുള്ളവർക്കൊക്കെ വരാനുള്ള ഒരു സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് നടത്തേണ്ടതുണ്ട്. ആ നിലയിൽ നടത്താമെന്നാണ് നിശ്ചയിച്ചത്.